ഒപ്പം ഇവരുടെ കയ്യിലുള്ള സ്വർണം പലരുടെയും നിന്നും പൈസ കടം മേടിച്ചെടുക്കുകയൊക്കെ ചെയ്യും. എന്നാൽ ഈ മനുഷ്യൻ ഇതൊന്നും അറിയുന്നില്ലായിരുന്നു. പലരും ഈ സ്ത്രീയെപ്പറ്റി പല മോശമായ അഭിപ്രായം പറയുന്നുണ്ടെങ്കിലും ഇയാൾ ഇതൊന്നും വിശ്വസിച്ചില്ല. ഒരു പ്രാവശ്യം ഇവരുടെ മൊബൈൽ കേടായി. അപ്പോൾ അയാൾ ഗൾഫിൽ നിന്ന് മേടിച്ചു കൊടുത്ത മൊബൈലാണ്. അപ്പോൾ അയാൾ പറഞ്ഞു വാറണ്ടി ഉണ്ട്, നീ മൊബൈൽ കൊടുത്തു വിട്, ഞാൻ ഇവിടെ റിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ അവർ ആ മൊബൈൽ കൊടുത്തു വിട്ടു. അയാൾ റിപ്പയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് മൊബൈൽ ഫുൾ ഫോർമാറ്റ് ചെയ്യണമല്ലോ. അങ്ങനെ കരുതി സ്വന്തം ഭാര്യയുടെ ഫോണല്ലേ, അപ്പോൾ അയാൾ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ വാട്സപ്പ് ചാറ്റിനകത്തൊക്കെ വളരെ മോശമായ ചാറ്റിങ്ങാണ് പലരുമായിട്ടും. ഒരാളുമായിട്ടല്ല, പലരുമായിട്ടും ഈ ആണുങ്ങൾ ഒലിപ്പിച്ചില്ലെന്നു. ഇവളുടെ പ്രധാന ഉദ്ദേശം പറഞ്ഞാൽ ആൾക്കാരിൽ നിന്ന് കുറച്ച് പൈസ കടം മേടിക്കുക. ഈ കടം മേടിച്ച പൈസ തിരിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മധുരവാക്കുകൾ പറഞ്ഞ് അവരെ ഇങ്ങനെ സൂചിപ്പിച്ച് നിർത്തിയേക്കുകയാണ്. അപ്പോൾ ഇയാൾ ഇതിൻ്റെ പേര് ഭയങ്കര വഴക്കായി ബഹളമായി. വീട്ടിൽ ഇയാൾ പെട്ടെന്ന് എമർജൻസിയായിട്ട് നാട്ടിൽ പോവുകയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര വഴക്കാവുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇയാൾ മനസ്സിലാക്കുന്നു ഒരു സുപ്രഭാതത്തിൽ ഇയാളുടെ വീട്ടിൽ ഇയാളുടെ അമ്മയുണ്ട്, ഇവരുമുണ്ട്. ഒരു സുപ്രഭാതത്തിലുണ്ട് ആ നാട്ടിലുള്ളൊരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നാട്ടിൽ പെയിൻ്റൊക്കെ അടിച്ച് നടക്കുന്നൊരു പയ്യനാണ്. ആ പയ്യനുണ്ട് ഇവിടെ വന്നിട്ട് ഭയങ്കര ബഹളം ഈ അമ്മായിമ്മയോട്. അതായത് ഈ സ്ത്രീ, അതായത് ഈ അമ്മായിമ്മയോട് പറയുന്നത് അവളുടെ മകൻ കല്യാണം കഴിച്ച് നിർത്തിയിരിക്കുന്ന സ്ത്രീ ഇയാളുടെ ഭാര്യയാന്ന് പറഞ്ഞു. അമ്മ നീ എന്ത് ഈ പറയുന്നത്, ഇവിടുത്തെ മകൻ്റെ ഭാര്യയല്ലേ? അല്ല അമ്മേ, ഇവള് പിന്നെ എന്നെ